ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ടാരോ കാർഡ് റീഡിങ്ങുമായാണ്. നിങ്ങളുടെ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് പാർട്ണർ ട്വിൻ ഫ്ലെയിം ആണോ, സോൾമേറ്റ് ആണോ, അതോ കാർമിക് ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ 3 പയൽസ് ആയിട്ട് വെച്ചിരിക്കുന്നത് റൂബി, ഡയമണ്ട് ആൻഡ് സഫയർ ആണ്. പയൽ നമ്പർ 1 ആയി നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഗ്രീൻ ഡയമണ്ടായ സഫയർ ആണ്. അതുപോലെ തന്നെ പയൽ നമ്പർ 2 ആയി നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ബ്ലൂ ഡയമണ്ട് ആണ്. പയൽ നമ്പർ 3 റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ റൂബി ആണ്. സോ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 9 ഓഫ് പെൻറ്റക്കിൾസ്, 6 of cups, the tower, hierophant, the star, 2 of cups, 8 of swords, and strength. സോ നമുക്ക് റീഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് കാർഡ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ പാർട്ണറോ ബ്രേക്കപ്പിലൂടെയോ സെപ്പറേഷനിലൂടെയോ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ എന്തൊക്കെയോ ചാലഞ്ചസ് ഫേസ് ചെയ്ത് ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ പോകുന്നതായാണ് ഈ കാർഡ്സ് കാണിച്ചിരിക്കുന്നത്. സ്പിരിച്വൽ പേഴ്സൺസ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചതിൽ യൂണിവേഴ്സിന് എന്തൊക്കെയോ പ്ലാൻസ് ഉള്ളതായാണ് കാണാൻ കഴിയുന്നത്. ഇത് പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്നും ഓവർകം ചെയ്ത പേഴ്സൺസ് ആകാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ. നിങ്ങളും നിങ്ങളുടെ പാർട്ണറും വളരെ സ്ട്രോങ്ങും അതുപോലെ തന്നെ ഇമോഷണൽ അപ്പീൽസുമുള്ള പേഴ്സൺസ് ആകാം. നിങ്ങളുടെ പാർട്ണർ ഒരു ഫാൻറ്റസി ലൈക്ക് പാർട്ണർ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സും സെക്ഷൽ ഫാൻറ്റസിയും അതുപോലെ തന്നെ വളരെ നല്ലൊരു പാഷനും സെക്ഷുവാലിറ്റിയും ഒക്കെ തരുന്ന വളരെ നല്ലൊരു ലൈഫ് പാർട്ണറാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമുക്ക് 2 കാർഡ്സ്, അതായത് 6 ഓഫ് കപ്സും 2 ഓഫ് കപ്സും, ഇത് രണ്ടും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മേ ബി നിങ്ങളും നിങ്ങളുടെ പാർട്ണറും ട്വിൻ ഫ്ലെയിംസ് ആകാനുള്ള ചാൻസ് വളരെ ഹൈ ആയി കാണുന്നുണ്ട്. ദെൻ നമുക്ക് പയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ് നോക്കാം. ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 6 of wands, temperance, star, and finally 9 of swords. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായാണ് കാണാൻ കഴിയുന്നത്. ലൈക്ക് ആർക്കും ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പ് പോലെയാണ്. ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഡ്രീം പാർട്ണറെ ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു കർമ്മ ബേസ്ഡ് റിലേഷൻഷിപ്പായും കാണാൻ കഴിയുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പാർട്ണർ ഒരു ഡെസ്റ്റിൻഡ് പാർട്ണർ ആയിരിക്കാം. അതുപോലെ തന്നെ 10 ഓഫ് കപ്സ്, അതായത് വളരെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് നിങ്ങൾക്കുള്ളതായും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൈഡ് ചെയ്യാതെ തുറന്ന് പറഞ്ഞ് അത് റിസോൾവ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മാസ്കുലിൻ ഫെമിനിൻ എനർജിയെയും കാണിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ണറും തമ്മിൽ വളരെ ഡീപ്പറായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനുള്ള ചാൻസും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല പാഷനേറ്റ് ആൻഡ് സെക്ഷൽ ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പും കാണാം. സോ പയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഓവറോളായിട്ട് കിട്ടിയിട്ടുള്ള മെസ്സേജ്, അവർക്ക് അവരുടെ പാർട്ണർ അല്ലെങ്കിൽ അവരുടെ പാർട്ണർ ആകാൻ പോകുന്ന ആൾ മേ ബി ഒരു സോൾമേറ്റ് ആയിരിക്കാം. ദെൻ ലെറ്റ്സ് ഗോ ഫോർ ദ മെസ്സേജസ് ഓഫ് പയൽ നമ്പർ 3. അതായത് പയൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. അവർക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് 5 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, the chariot, 7 of swords and tower. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല ഡീപ്പർ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. എങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ നിങ്ങളെ ലീവ് ചെയ്തിട്ട് പോകാനുള്ള ചാൻസുമുണ്ട്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയും കാണിക്കുന്നുണ്ട്. പാർട്ട്ണർ മേ ബി നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകാം. നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ എഫർട്ട് ഇട്ടാൽ അത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ റിലേഷൻഷിപ്പിൽ വളരെ നല്ല അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളാവാനാണ് ചാൻസ്. ദെൻ ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറിനോ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുതന്നെ നിങ്ങൾക്കൊരു ഫ്രീഡം തരാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈഗോ ഇഷ്യൂസോ കോംപ്ലക്സോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ടോ നേരിട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. മേ ബി നിങ്ങൾക്കൊരു ആൻസൈറ്റി ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ടാകാം. സോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് കാർമിക് പാർട്ട്ണറെ ആകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്.